മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കണ്ണനാണെങ്കിൽ ചില ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും തൻ്റെ ബന്ധുക്കൾ ആരും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നുള്ള കാര്യം ഇത്തവണയും അവർ തെളിയിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും കാര്യങ്ങൾ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. എന്തായാലും എൻ്റെ സ്വത്തിന് വേണ്ടിയിട്ടല്ലേ എല്ലാവരും കൂടി എന്നെ എൻ്റെ മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ള രൂപത്തിൽ മഹാലക്ഷ്മിക്ക് തൻ്റെ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കാൻ കണ്ണൻ തീരുമാനിക്കുന്നു. മഹാലക്ഷ്മി പ്രേതമായിട്ട് വന്ന് എല്ലാവരും ഭയപ്പെടുത്തിയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ സ്വത്തുക്കളും കൂടി കൈവിട്ട് പോകുന്നു പറയുമ്പോൾ അവരൊന്ന് തകരണമെന്നുള്ള രൂപത്തിൽ കണ്ണൻ എല്ലാവരെയും വിളിച്ചു വരുത്തി. കൂട്ടത്തിൽ നമ്മുടെ മഞ്ജുവിനെയും മേഘൻ്റെ വീട്ടിൽ നിന്ന് കോൾ ചെയ്ത് വിളിച്ചു വരുത്തുന്നുണ്ട് കമലേശ്വരം തറവാട്ടിലേക്ക്. അങ്ങനെ മഞ്ജു കയറി വരുമ്പം കണ്ണൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ സ്വത്തുക്കളെല്ലാം ഇനി എൻ്റെ മഹാലക്ഷ്മിക്ക് എഴുതി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിൽ ആർക്കെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിലും എനിക്കതറിയേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞാൽ എല്ലാവരെയും എന്തിനാ വിളിപ്പിച്ച് വരുത്തിയെന്ന് മഹാലക്ഷ്മിക്ക് അറിയില്ലായിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു തീരുമാനം പറയുമ്പോൾ ശരിക്കും മഹാലക്ഷ്മി ഞെട്ടിപ്പോകുന്നുണ്ട്. അതെല്ലാം കേട്ടിട്ട് കരുണയ്ക്ക് കലി അടക്കാനാകുന്നില്ല. തൻ്റെ പ്രതീക്ഷകൾ തെറ്റി എന്നിട്ടിപ്പോൾ കോടീശ്വരി ആകുന്നു മഹാലക്ഷ്മി. അത് സഹിക്കാനാകാതെ എന്തൊക്കെയോ പിറുപിറുക്കുന്നു. അത് കേട്ട് മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ കണ്ണേട്ടന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക, അതിൽ എനിക്കൊരു അഭിപ്രായവും ഇല്ലെന്ന് പറയുന്ന സമയത്ത് കരുണ പറയുന്നുണ്ട്, എനിക്കെതിരെ അഭിപ്രായമുണ്ട്. എൻ്റെ ഭർത്താവിന് കിട്ടേണ്ട അവകാശം കിട്ടിയേ പറ്റൂ. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവിന് എന്തൊക്കെ അവകാശം കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് നിൻ്റെ അമ്മായിയമ്മയോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. ഇതെൻ്റെ അമ്മയുടെ സ്വത്തുക്കൾ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എഴുതി കൊടുക്കുന്നു. അതെല്ലാം കേട്ടിട്ട് വിളറി വെളുത്ത് നിൽക്കുന്നുണ്ട് ദുർഗയും ഉണ്ണിയും. കരുണയുടെ മുഖത്ത് പോലും നോക്കാനാകാതെ നിൽക്കുവാണ് ഉണ്ണി. കരുണയ്ക്കാണെങ്കിൽ വീണ്ടും ഉണ്ണിയോടുള്ള ആറ്റിറ്റ്യൂഡിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഉണ്ണിയെ വീണ്ടും ആ കഴിവ് കെട്ടവൻ, ഒരു വിലയില്ലാത്തവൻ എന്ന രൂപത്തിൽ തരം താഴ്ത്തുന്നു. അങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട് കരുണ. തൊട്ട് പിന്നാലെ പോകുന്ന ഉണ്ണിയോട് പറയുന്നുണ്ട്, എൻ്റെ മുമ്പിൽ പോലും കണ്ടുപോകരുത്. ഇനി മഹാലക്ഷ്മിയെ കണ്ണനെ കൊന്നതിന് ശേഷം മാത്രമേ നമ്മൾ തമ്മിൽ ഒരു കുടുംബജീവിതം ഉണ്ടാകൂ എന്നൊക്കെ അവൾ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ ഉണ്ണി വാക്ക് കൊടുക്കുന്നു, നീ വിഷമിക്കേണ്ട, അവർ രണ്ടിൽ ആരെങ്കിലും ഒരാളെ തീർക്കുന്ന കാര്യത്തിൽ ഞാൻ നിനക്ക് വാക്ക് തരുന്നു. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ടൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്തായാലും നിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ രണ്ടിൽ ഒരാളെ കൊന്നു തന്നു കഴിഞ്ഞാൽ കേസൊന്നും എൻ്റെ പിന്നാലെ വരാതെ നോക്കിക്കൊള്ളാമെന്ന്. അന്നേരം കരുണ പറയുന്നു, ചുമ്മാ ഇവിടെ ഇരുന്ന് വെടി പറയാതെ നടപ്പാക്കാൻ നോക്ക്. എന്തായാലും ആ മേഘനയും കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. കണ്ണൻ്റെ ഈ തീരുമാനവും കൂടി ആയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ണിക്ക് കണ്ണനോടുള്ള ആ ഒരു ദേഷ്യം കൂടുക തന്നെയാണ് ചെയ്തത്. അതേ സമയത്ത് നമ്മുടെ മാർക്കോയാണെങ്കിൽ സാഗറിനോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് മഞ്ജുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. മഞ്ജുവിനെ നിൻ്റെ സ്നേഹത്തിൻ്റെ വലയിൽ എത്തിക്കണം. കാരണം ഇപ്പോൾ തന്നെ മഞ്ജു നിന്നോടൊപ്പം ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ രണ്ട് ഉപകാരമാണ് ഉള്ളത്. ഒന്ന് നല്ല സുന്ദരിയായിട്ടുള്ള അവൻ്റെ മുറപ്പെണ്ണിനെ നഷ്ടമാകും. രണ്ടാമത് മഞ്ജുവിൻ്റെ കോടിക്കണക്കിനുള്ള സ്വത്തുക്കൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണല്ലോ അവളെ കല്യാണം കഴിച്ചത്, അതും നഷ്ടമാകും. രണ്ടും കൂടി ആകുമ്പോഴത്തേക്കും മേഘനാഥൻ തകരും എന്നൊക്കെ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, മാർക്കോ ഇനി വിഷമിക്കേണ്ട, അധികം താമസിക്കാതെ തന്നെ മഞ്ജുവിനെ എൻ്റെ വരുതിയിലാക്കാം. പക്ഷെ മഞ്ജു അങ്ങനെയൊന്നും എൻ്റെ സ്നേഹത്തോട് താല്പര്യം കാണിക്കുന്നില്ല. സ്നേഹത്തോട് എന്തെങ്കിലും പറയാൻ വരുമ്പോഴത്തേക്കും അവളങ്ങ് വിഷയം മാറ്റി കോള് കട്ട് ചെയ്ത് പോകും. ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നേ എന്നൊക്കെ പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, എടാ തുടക്കം എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഒരു ചതിയനെ കല്യാണം കഴിച്ച് ജീവിതം തകർന്നിരിക്കുന്നവളല്ലേ അവൾ. അതുകൊണ്ട് ഒറ്റയടിക്ക് ഒരു പുരുഷൻ വന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ക്രമേണ അങ്ങ് മാറിക്കോളും എന്നൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് സാഗറിനും ഒരു കോൺഫിഡൻസ് ആകുന്നു. അതേസമയം നമ്മുടെ പ്രതാപനും വാമദേവനും മേഘനും കൂടി ഒരുമിച്ച് കൂടി ചില അറ്റകൈ പ്രയോഗങ്ങൾ, അതായത് ചില പ്ലാനൊക്കെ എടുക്കുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ വാമദേവനെ കാണുന്നതും തൻ്റെ മനസ്സിലുള്ള ആ ഒരു നിരാശയൊക്കെ അറിയിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ വാമദേവ, നീ എന്നോട് ചെയ്തത് വല്ലാത്ത ചതിയായിപ്പോയി. കമലേശ്വരം തറവാട്ടിലെ ഒരു പയ്യനെ കല്യാണം കഴിക്കാൻ ആലോചിച്ച് വന്നപ്പോൾ ഞാൻ കരുതി കമലേശ്വരം തറവാട്ടിലുള്ള എല്ലാ സ്വത്തുക്കളിലും രണ്ടു പേർക്കും തുല്യ അവകാശമുണ്ടെന്ന്. മിനിമം അവന് കയറി കിടക്കാൻ ഒരു വീടെങ്കിലും ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇപ്പോൾ അതുമില്ല. ആ കണ്ണൻ എന്ന് പറഞ്ഞവൻ എൻ്റെ മോളെയും മരുമോനെയും അടിച്ചിറക്കി വിട്ട് കഴിഞ്ഞാൽ കയറി താമസിക്കാൻ ഒരു വീട് പോലും ഇല്ല. എന്നും എൻ്റെ വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അയൽക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഇനി ഇല്ലാതെ നടത്തിയ കല്യാണം എൻ്റെ മോളുടെ. വീൽ ചെയറിലിരിക്കുന്നവനെ മഹാലക്ഷ്മിയുടെ തലയെ കെട്ടിവെച്ചത് തന്നെ അവൾ നരയിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. കുടുംബജീവിതം ഇല്ലാതെ ജീവിതകാലം മുഴുവനും എൻ്റെ മോളുടെ കുഞ്ഞുങ്ങളെ വളർത്തി ജീവിക്കട്ടെ, മാത്രമല്ല ആ സ്വത്തുക്കളും എൻ്റെ മോളിലേക്ക് തന്നെ നാളെ ഒരു സമയത്ത് വന്നു ചേരുമെന്ന് കരുതിയിട്ടാണ്. സ്വത്തുക്കളുടെ ഒന്നും കിടപ്പുവശം നീ എങ്ങനെയാണെന്ന് വിവാഹത്തിന് മുമ്പേ ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഈ വിവാഹത്തോട് ഞാൻ താല്പര്യം കാണിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ വാമദേവൻ പറയുന്നു, എടാ പ്രതാപ, നീ വിഷമിക്കേണ്ട. ഞാൻ എൻ്റെ അനിയത്തി ദുർഗയെ ആ രണ്ടാം കെട്ടുകാരനായ കണ്ണൻ്റെ അച്ഛന് കെട്ടിച്ചു കൊടുത്ത കാലം മുതൽ
അവൻ്റെ സ്വത്തുക്കൾ നോട്ടമിട്ടുകൊണ്ടിരിക്കുക. അത് ഇന്നല്ല നാളെയെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ വന്നു ചേരും. അതിനു വേണ്ടിയിട്ടല്ലേ കണ്ണനെയോ മഹാലക്ഷ്മി തീർക്കാനായിട്ട് പല പ്ലാനും തയ്യാറാക്കിയത്. ആ കണ്ണനെ അവിടെ നിർത്തിയിട്ട് മഹാലക്ഷ്മിയെ കൊന്നു തള്ളിക്കഴിഞ്ഞാൽ കണ്ണൻ വീണ്ടും നമ്മുടെ വരിക്കാകുമെന്ന് കരുതി. ഇനി എന്തായാലും മഹാലക്ഷ്മിയെ കൊന്നിട്ട് കണ്ണനെ ജീവനോടെ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയായിരിക്കും ആപത്ത്. അച്ഛൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് മേഘനാഥൻ ചോദിക്കുമ്പം വാമദേവൻ പറയുന്നുണ്ട്, ഒരറ്റകൈ പ്രയോഗം തന്നെ നടത്തണം. അതായത് കണ്ണനെയും മഹാലക്ഷ്മിയും ഒരുമിച്ച് തീർക്കണം. ഒളിച്ചും പാത്തുമൊന്നും അല്ല, നേരിട്ട് ചെന്ന് രണ്ടിനെയും തീർത്തിട്ട് ആരെങ്കിലും ഒരാൾ ജയിലിൽ പോകാൻ തയ്യാറായാൽ മതി. ഇതോടെ തീരും സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും. അന്നേരം മേഘനും പറയുന്നു, അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. എത്രയോ തവണ ഒളിച്ചും പാത്തും കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാൻ ഓരോ പ്ലാനും തയ്യാറാക്കി ഒടുക്കമൊന്നും നടന്നതുമില്ല. അവർക്കിട്ട് മനസ്സിലാവുകയും ചെയ്തു നമ്മളാ അവരെ കൊല്ലാൻ നടക്കുന്നതെന്ന്. ഒറ്റയടിക്ക് രണ്ടിനെയും തീർത്തിട്ട് വരുന്ന ഭവിഷ്യത്ത് എന്തുവാന്ന് വെച്ചാൽ സ്വീകരിക്കണം. മാർക്കെന്ന് പറയുന്നതിനെ തീർക്കാതെ നമ്മൾ അവരെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവന് പകരം ചോദിക്കാൻ അവൻ കയറി വന്നിരിക്കും. അത് കേട്ട് വാമദേവൻ പറയുന്നു, മാർക്കോയുടെ കാര്യത്തിൽ ആദ്യം ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ. അന്നേരം പ്രതാപനും പറയുന്നുണ്ട്, എൻ്റെ അമ്മയും പറയുന്നുണ്ട്, മാർക്കോയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാതെ നമുക്ക് കണ്ണനെയും മഹാലക്ഷ്മിയും തൊടാനാകില്ലെന്നും. അങ്ങനെ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. എന്തായാലും നമ്മുടെ കരുണയ്ക്ക് ഉണ്ണിയോടുള്ള മനോഭാവത്തിൽ വളരെ വലിയ മാറ്റം ഉണ്ടായി. മാത്രമല്ല പ്രതാപനും മുത്തശ്ശിക്കും ഇത്രയും ദിവസം ഉണ്ണിയെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നവർ മഹാലക്ഷ്മി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും തീരെ വില കൊടുക്കുന്നില്ല. കാത്തിരുന്ന് കാണാം എന്തൊക്കെയായി തീരുമെന്ന്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.